വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അനുജ മിസ് ആണ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം. അപ്പോൾ എല്ലാ മക്കളും ഇതാ ഓണപരീക്ഷയുടെ കാലത്ത് പ്രിപ്പറേഷനിലായിരിക്കും. നമുക്കറിയാം നമ്മുടെ ഇത്തവണ സിലബസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് വരുന്നതെന്നുള്ള ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ ഇന്ന് മിസ് വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്താനാണ്. അപ്പോൾ മക്കളെല്ലാവരും എന്ത് ചെയ്യണം, സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു ക്ലാസ് മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക കേട്ടോ. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഇവിടെ നിങ്ങൾക്കൊരു ഫിഗർ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഫൈൻഡ് ദി സിറ്റുവേഷൻ ഫ്രം ദി പിക്ചർ ദാറ്റ് സ്പ്രെഡ് ഡിസീസസ്. അതായത് രോഗം പകരാനുള്ള ഏതൊക്കെ സാഹചര്യങ്ങളാണ് ഈ ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. അപ്പോൾ ചിത്രം ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു കൊതുകുണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മളിങ്ങനെ ഓട എന്നൊക്കെ പറയുന്ന മലിനജലം കെട്ടിക്കിടക്കുന്ന ഒരു ഓടയുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ കുറേ പ്ലാസ്റ്റിക് കവറുകൾ ഇങ്ങനെ എന്താണ് കുന്നുകൂടി കിടക്കുവാണ്. പിന്നെ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ വാഹനങ്ങളുടെ ടയറൊക്കെ ഇങ്ങനെ അലക്ഷ്യമായിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചിത്രത്തിൽ നിന്നും രോഗം പടരാൻ സഹായിക്കുന്ന രീതിയിലുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്ന് മക്കൾ ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി. അപ്പോൾ മിസ് ഇവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് വായിച്ചു നോക്കാം അല്ലേ. ദർ ഈസ് എ സീവേജ് സ്റ്റാഗ്നന്റ് ഡിച്ച് ഈസ് സീൻ ഇൻ ദി പിക്ചർ ആൻഡ് ഇറ്റ് ഹെൽപ്പ് ടു ബ്രീഡ് mosquitoes and house flies. A lot of waste material dumped in this area and this also help to spread mosquitoes and diseases and mosquito breed in waste bottle and tire. അതായത് അവിടെ മലിനജലം കെട്ടിക്കിടക്കുന്ന ഒരു ഓട അല്ലെങ്കിൽ ഒരു കിടങ്ങാണ് നമുക്ക് ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്. ഇത് കൊതുകും അതുപോലെ തന്നെ ഈച്ചകളൊക്കെ ഇല്ലേ, അതൊക്കെ പെരുകുന്നതിന് നമ്മളെ സഹായിക്കുന്നുണ്ട്. നിരവധി മാലിന്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് ഇവിടെ തള്ളുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് കൊതുകുകളും രോഗങ്ങളും പടരാൻ സഹായിക്കുന്നു. പാഴ്കുപ്പികളിലും ടയറുകളിലും ഒക്കെ എന്താണ് കൊതുകുകൾ ഇങ്ങനെ പെരുകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ആ ഒരു ചിത്രത്തിൽ നിന്ന് നമുക്ക് എത്തിപ്പെടേണ്ട ഒരു നിഗമനം എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം എന്താണ്, റൈറ്റ് എനി ഡിസീസസ് സ്പ്രെഡ് ബൈ ഗിവൺ ക്രിയേച്ചേഴ്സ്. അതായത് താഴെ കാണുന്ന ജീവികൾ പരത്തുന്ന ഓരോ രോഗത്തിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ജീവികളെയാണ് ഇവിടെ കാണുന്നത്? യെസ്, ഒരു കൊതുകുണ്ട്, അതുപോലെ തന്നെ എന്താണ് ഒരു ഈച്ചയുണ്ട്. അപ്പോൾ കൊതുക് പരത്തുന്ന കുറച്ച് രോഗങ്ങളുടെ പേരും ഈച്ച പരത്തുന്ന കുറച്ച് രോഗങ്ങളുടെ പേരും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അപ്പോൾ കുറച്ച് എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആരാണ്? മലേറിയ, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവയാണ് കൊതുക് പരത്തുന്ന ചില രോഗങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ വയറിളക്കം, കോളറ ഇവയൊക്കെയാണ് ഈച്ച പരത്തുന്ന കുറച്ച് രോഗങ്ങൾ. അപ്പോൾ ഇതും ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി വി ഹാവ് ടു കീപ് ദ വാട്ടർ അൺപൊല്യൂട്ടഡ്. റൈറ്റ് എനി 4 ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ വാട്ടർ. അതായത് ജലം മലിനമാകാതെ സംരക്ഷിക്കേണ്ടതുണ്ട്. ജലത്തിലൂടെ പകരുന്ന ഏതെങ്കിലും 4 രോഗത്തിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മിസ് ഇവിടെ 4 രോഗത്തിന്റെ പേര് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഏതാണ്? അതിസാരം, വയറിളക്കം, മഞ്ഞപ്പിത്തം, കോളറ. അപ്പോൾ ഈ പറയുന്ന രോഗങ്ങൾ അത് പകർത്തുന്ന ആ ഒരു രോഗാണു ഏതാണ്, അല്ലെങ്കിൽ അത് പടരാൻ സഹായിക്കുന്ന ജീവി ഏതാണ്, അത് ഇതിലൂടെയാണ് പടരുന്നത്, അങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് ഓർത്ത് വെക്കാം. ഇനി ഒരു ചോദ്യം എന്താണ്, യെസ് ഇത് നിങ്ങൾക്ക് ഇവിടെ എന്താ കാണാൻ സാധിക്കുന്നത്? നമ്മുടെ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾ ആണ് കേട്ടോ. ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. ഇനി അടുത്ത ചോദ്യം, ഭൂമിയിൽ സൂക്ഷ്മജീവികൾ ഇല്ലായിരുന്നെങ്കിൽ ആർക്കും രോഗമുണ്ടാകുമായിരുന്നില്ല. എല്ലാ സൂക്ഷ്മജീവികളെയും കൊന്നു കളയണം. ഇഫ് ദർ ഇസ് നോ മൈക്രോ ഓർഗാനിസം നോ വൺ വിൽ ബി എഫക്റ്റഡ് വിത്ത് ഡിസീസ് സോ വി വാണ്ട് ടു കിൽ ഈച്ച് മൈക്രോ ഓർഗാനിസം. അതായത് ഇവരെന്താ പറയുന്നത്, ഈ കുട്ടി എന്താ പറയുന്നത്, മൈക്രോ ഓർഗാനിസം ആണ് രോഗങ്ങൾ ഉണ്ടാവുന്നതിന് കാരണം, അതുകൊണ്ട് തന്നെ എല്ലാ മൈക്രോ ഓർഗാനിസത്തിനെയും കൊല്ലണം എന്നാണ് ഈ കുട്ടി പറയുന്നത്. ഇനി ഈ കുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഉത്തരവാണ് നമുക്ക് എഴുതേണ്ടത്. കുട്ടിയുടെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. സൂക്ഷ്മജീവികളെ കൊണ്ട് എന്തെങ്കിലും ഉപയോഗം നമുക്കുണ്ടോ? അതാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ ഈ ഒരു കുട്ടിയുടെ അഭിപ്രായത്തോട് നമ്മൾ എന്താണ്, യോജിക്കുന്നുണ്ടോ? അല്ല, നമുക്ക് യോജിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്, എല്ലാ സൂക്ഷ്മജീവികളും ഈ പറയുന്ന രോഗമുണ്ടാക്കുന്നതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ സൂക്ഷ്മജീവികൾ രോഗമുണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉപകാരങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ ഇതിനോട് യോജിക്കില്ല എന്നതാണ് എൻ്റെ ആൻസർ. രണ്ടാമത്തെ ചോദ്യം എന്താണ്, അതുകൊണ്ടുള്ള ഉപയോഗം എന്തൊക്കെയാണ്? കുറേ ഉപയോഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കുറച്ച് എണ്ണം ഇതാ മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ദോശമാവ് പുളിപ്പിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്, മണ്ണിലെ ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്, നമ്മുടെ മോര് തൈരാക്കുന്നുണ്ട്, ഭക്ഷണം ദഹിപ്പിക്കുന്നുണ്ട്, അണുബാധയിൽ നിന്ന്
സംരക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റുകളൊക്കെ എന്താണ്, സൂക്ഷ്മജീവികൾ അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത ഇത്തരം മൈക്രോ ഓർഗാനിസം ഉള്ളത് കൊണ്ട് നമുക്ക് കിട്ടുന്ന കുറച്ച് അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. അപ്പോൾ ഇതും മക്കൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സൈലം നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ ഓണ സമ്മാനത്തിൻ്റെ കാര്യം കൂടി നിശ്ചിത പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, താഴെ കൂടി ഒരു സ്ക്രോൾ പോകുന്നുണ്ട്. അവിടെ നിങ്ങൾ ഇതാ ഓണം സൂപ്പർ ഓഫർ എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു പേര് കേട്ടിട്ടുണ്ടാവില്ലേ? അതെന്താണെന്നറിയാവോ? ഓൾറെഡി നമ്മൾക്കറിയാം, നമ്മുടെ 5ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടി പൃഥ്വി ബാച്ച് ഉണ്ട്. ഈ പൃഥ്വി ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാത്ത മക്കളാണെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ടോട് കൂടി ഇനി ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരമാണ് നമ്മുടെ സൈലം നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അവസരം മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി ഈ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് ഓണപരീക്ഷ എന്ത് ചെയ്യണം, ഫുൾ സെറ്റ് ആക്കണം, ഫുൾ പവർ ആക്കണം. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.